ഇപ്പം ഞാൻ പലപ്പോഴും അടിമത്തത്തെക്കുറിച്ച് പറയാറുണ്ട്. പഴയ പ്രാചീനമായിട്ടുള്ള മതപുസ്തകങ്ങളിൽ നിന്നാണ് കാണുന്നത് അടിമത്തത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും സ്വഭാവങ്ങളെക്കുറിച്ചും കരാറുകളെക്കുറിച്ചും ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാം, അടിമ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന കുട്ടിയെ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളിൽ അടിമത്തം എന്നുള്ള വാക്ക് വരുമ്പോഴേ നമ്മൾ വെട്ടിക്കളയും. നിയമങ്ങളൊക്കെ പിന്നീട് ആ സാധനം തന്നെ നമ്മൾ കട്ട് ചെയ്താണ്, ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് നിയമങ്ങളും വിശദാംശങ്ങളും ആലോചനകളും ഒന്നും ഇനി നമുക്ക്. അപ്പം ഒരു കാലഘട്ടത്തിൽ അടിമത്തത്തെക്കുറിച്ചുള്ള ചർച്ചയും വിശദാംശങ്ങളും നിയമങ്ങളും ആയിരുന്ന പുസ്തകങ്ങളിൽ എങ്കിൽ ഇന്ന് അടിമത്തം സിലബസിൽ നിന്ന് തന്നെ പോയി. അപ്പോൾ ഈ ഏതൊരു മൊറാലിറ്റിയും രൂപം കൊള്ളുന്നത് സമയം, അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത. ഇപ്പോൾ പലരും ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയുമല്ലോ, അന്ന് ആയത്തുകളൊക്കെ ഇറങ്ങിയത് യുദ്ധസമയത്ത് ഇറങ്ങിയ ആയത്തുകളാണ് നിങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിനെ അപമാനിക്കുന്നത്. യുദ്ധസമയത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ യുദ്ധസമയത്ത് ഇറങ്ങിയ ആയത്തുകളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടത് മറ്റു മനുഷ്യരല്ല, ഇതെടുത്ത് വീശുന്നവരാണ്. അവരോടാണ് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്, മക്കളെ ഈ ആയത്തൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രയോഗിക്കാനുള്ളതല്ല, യുദ്ധത്തിൽ പ്രയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല.